കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധീഷും നിധിയും തമ്മിലുള്ള ആ ഒരു സ്വകാര്യ നിമിഷത്തിൽ അവർ പരസ്പരം നോക്കിയും ചിരിച്ചും കൊച്ചു കൊച്ചു തമാശകളൊക്കെ പറഞ്ഞ് ആ സമയം ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. സുധീഷിന്റെ ഉള്ളിൽ അപ്പോൾ വല്ലാത്ത സന്തോഷം നിറഞ്ഞു നിന്നു. നിധിയോടൊപ്പം താൻ ഇങ്ങനെ കുറച്ചുനേരം സമാധാനമായി ഇരിക്കാൻ കിട്ടിയ ആ ഒരു അവസരം വലിയൊരു അനുഗ്രഹമായി അവന് തോന്നി. അവളുടെ ചിരിയും സംസാരവും അവനെ ഏതോ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. കുറച്ചപ്പുറത്ത് മരച്ചുവട്ടിൽ നിന്നും പരിക്കനായൊരു ശബ്ദം ഉയർന്നു കേട്ടു. പൊതുസ്ഥലത്ത് നിന്ന് ആരാടാ മദ്യപിക്കുന്നത്? തനിക്കറിയില്ലേ ഇവിടെ വെച്ച് മദ്യപിക്കാൻ പാടില്ല എന്ന്? പോലീസുകാരന്റെ ശബ്ദമായിരുന്നു അത്. കാക്കി കണ്ടതും അവിടെ കൂടി നിന്നവരൊക്കെ ഒന്ന് പരുങ്ങി. മദ്യപിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്ന ഭാസ്കരനെ കണ്ട് പോലീസുകാർ കൈയോടങ്ങ് പിടികൂടി. കയ്യിൽ പാതി കുടിച്ച മദ്യക്കുപ്പുമായി നിൽക്കുന്ന ഭാസ്കരനെ കണ്ടപ്പോൾ പോലീസുകാർക്ക് കാര്യം വ്യക്തമായി. അല്ല സാറേ, അത് പിന്നെ ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. ഭാസ്കരൻ നാക്കെഴിഞ്ഞുകൊണ്ട് കള്ളം പറയാൻ ശ്രമിച്ചു. കയ്യിൽ മദ്യക്കുപ്പി വെച്ചത് കൊണ്ട് തന്നെ മദ്യപിച്ചിട്ടില്ല എന്ന് പറയുന്ന ഭാസ്കരനെ കണ്ടപ്പോൾ പോലീസുകാരന് ദേഷ്യം വന്നു. എഴുന്നേൽക്കട അവിടുന്ന്. പോലീസുകാരൻ അയാളുടെ കോളറിനങ്ങ് പിടിച്ചു വലിച്ചു. കയ്യിൽ കുപ്പിയും വെച്ചോണ്ട് കള്ളത്തരം പറയുന്നു നീ? സത്യം പറ, താനിവിടെ ഇരുന്ന് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കാൻ വന്നതാണോ? അയ്യോ സാറേ, ഞാൻ അങ്ങനെ ഒരു പ്രശ്നക്കാരനൊന്നുമല്ല, ഭാസ്കരൻ പരിഭ്രമത്തോടെ പറഞ്ഞു. താൻ തന്നെയുള്ളൂ? തന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? പോലീസ് ചുറ്റും കണ്ണോടിച്ച് ചോദിച്ചു. സാറേ, ഞാൻ മാത്രമല്ല, എന്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട്, ഭാസ്കരൻ ദയനീയമായി പറഞ്ഞു. ഹോ, മക്കളോ? എല്ലാവരും കൂടെ വന്നിട്ടാണോ താൻ ഈ ആവാസം കാണിക്കുന്നത്? പോലീസുകാരന്റെ ശബ്ദം ഒന്നുകൂടി കടുത്തു. അപ്പോഴാണ് കുറച്ചപ്പുറത്തായിരിക്കുന്ന സുഭാഷിനെയും നികേഷിനെയും ഭാസ്കരൻ കാണിച്ചു കൊടുക്കുന്നത്. ദാ അവിടെ ഇരിക്കുന്നവനാ സാറേ എന്റെ മക്കൾ. ഭാസ്കരൻ വിരൽ ചൂണ്ടി. പോലീസുകാർ ഉടനെ സുഭാഷിനെയും നികേഷിനെയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. കാര്യം അറിയാതെ സുഭാഷും നികേഷും അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. തങ്ങളുടെ അച്ഛനെ രണ്ട് പോലീസുകാരൻ വളഞ്ഞു നിൽക്കുന്നു. അവർ വേഗത്തിൽ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. എന്താ സാറേ കാര്യം? സുഭാഷ് പരിഭ്രമത്തോട് ചോദിച്ചു. ഇത് നിങ്ങളുടെ അച്ഛനാണോ? പോലീസുകാരൻ ചോദിച്ചു. അതെ സാറേ. നിങ്ങൾ എല്ലാവരും കൂടി കുടുംബമായിട്ട് വന്നതാണോ? ഇയാൾ ഇവിടെ ഇരുന്ന് മദ്യപിക്കുകയാണല്ലോ. ഇയാൾക്ക് പബ്ലിക് പ്ലേസിൽ മദ്യപിക്കാൻ പാടില്ല എന്ന വിവരമൊന്നുമില്ലേ? പോലീസുകാരൻ ചൂടായി. സുഭാഷിന് വല്ലാതെ നാണക്കേട് തോന്നി. ചുറ്റുമുള്ളവരൊക്കെ അവരെ തന്നെ നോക്കുകയാണ്. അയ്യോ സാറേ, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ ഇവിടെ മദ്യപിക്കാൻ പോയ കാര്യമൊന്നും, സുഭാഷ് പോലീസുകാരനോട് യാചിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. എന്നിട്ട് ഭാസ്കരന് നേരെ തിരിഞ്ഞു. എന്താ അച്ഛ ഇത്? അച്ഛൻ എന്ത് പണിയെ കാണിച്ചത്? എടാ, ഞാൻ മദ്യപിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കിയതൊന്നുമല്ല, ഭാസ്കരൻ അപ്പോഴും ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഈ ബഹളങ്ങളെല്ലാം നടക്കുമ്പോഴാണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത്. സുധീഷിനോട് ചിരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവളുടെ മുഖത്ത് ചിരി പെട്ടെന്ന് മാഞ്ഞു. സുധീഷേ, അവൾ സുധീഷിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ദാ അവിടെ നോക്ക്, അച്ഛനെ പോലീസ് പിടികൂടിയെന്ന് തോന്നുന്നു. സുധീഷ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവന്റെ ഉള്ളിലെ സകല സന്തോഷങ്ങളും കെടുത്തിക്കളഞ്ഞു. അച്ഛനെ പോലീസുകാർ ചോദ്യം ചെയ്യുന്നു. സുഭാഷും നികേഷും തല കുനിച്ച് നിൽക്കുന്നു. സുധീഷിന് സങ്കടമാണോ ദേഷ്യമാണോ വന്നത് എന്ന് അവന് തന്നെ മനസ്സിലായില്ല. കുറച്ചു സമയം നിധിയുടെ അടുത്ത് സമാധാനമായിരുന്നു സംസാരിക്കാൻ കിട്ടിയതായിരുന്നു. ആ ഒരു സന്തോഷം മുഴുവൻ നശിപ്പിക്കാനായി അച്ഛൻ വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ദേഷ്യം കൊണ്ട് അവന്റെ മുഖം ചുവന്നു. അവൻ വേഗത്തിൽ തന്നെ അങ്ങോട്ടേക്ക് നടന്നു. സുധീഷിനെയും നിധിയെയും കണ്ടപ്പോൾ തന്നെ പോലീസുകാരൻ ഒന്നുകൂടി ദേഷ്യപ്പെട്ടു. ഹോ, അപ്പോൾ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് കുടുംബസമേതം വന്നിട്ടാണല്ലേ താനീ പോക്കിരിത്തരം കാണിക്കുന്നത്? എടോ, തന്നെ ഇപ്പൊ തന്നെ പിടിച്ചോണ്ട് പോയി അകത്തിടാനൊക്കെ എനിക്കറിയാം സാറേ. ഞാൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഭാസ്കരൻ അപ്പോഴും തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ കൊണ്ടുപോയി ഞാൻ ലോക്കപ്പിലിടും, മനസ്സിലായോ? പോലീസുകാരൻ വിരൽ ചൂണ്ടി താക്കീത് നൽകി. സാറേ, ഈ ഒരു തവണത്തേക്കൊന്ന് ക്ഷമിക്ക്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാറേ, സുഭാഷ് പോലീസുകാരനോട് അപേക്ഷിച്ചു. ഒടുവിൽ പോലീസുകാരൻ അവിടെ നിന്നു പോയി. എല്ലാവർക്കും വലിയ ആശ്വാസമായി. പക്ഷേ ആ ആശ്വാസത്തിന് ഒരു നിമിഷത്തെ ദൈർഘ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസുകാരൻ പോയപ്പോൾ ഭാസ്കരൻ വീണ്ടും തന്റെ കയ്യിലിരുന്ന ആ ഒരു മദ്യക്കുപ്പിയെടുത്ത് വായിലേക്ക് കമഴ്ത്താൻ തുടങ്ങി. ഇത് കണ്ട് സുഭാഷിന്റെ നിയന്ത്രണം വിട്ടു. അവൻ വേഗത്തിൽ ചെന്ന് ഭാസ്കരന്റെ കയ്യിൽ നിന്നും ആ ഒരു കുപ്പി പിരിച്ചു വാങ്ങിച്ചു. അച്ഛൻ ഇത് എന്ത് ഭാവിച്ചാ? പറഞ്ഞ അച്ഛന്റെ തലയിലേക്ക് കയറിയില്ലേ? സുഭാഷ് ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. നികേഷിനും സഹിക്കാൻ കഴിഞ്ഞില്ല. എത്ര സന്തോഷമായിട്ട് വരുന്നൊരു ട്രിപ്പായിരുന്നു. ഇയാൾ കാരണം എല്ലാം നശിച്ചു. സുധീഷിന്റെ ദേഷ്യം അപ്പോൾ നിധിയോടായിരുന്നു. അതുകൊണ്ടാ ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇയാളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരണ്ട എന്ന്. ഇപ്പൊ സമാധാനായില്ലേ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എല്ലാവരും കൂടി കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഭാസ്കരന് ദേഷ്യം വന്നു. എന്നെ ആരും കുറ്റപ്പെടുത്താനൊന്നും വരണ്ട. അതിന് ഞാൻ മദ്യപിച്ചിട്ട് ഇവിടെ ആരുമായിട്ട് പ്രശ്നമുണ്ടാക്കാനൊന്നും പോയില്ലല്ലോ. പ്രശ്നമുണ്ടാക്കിയാൽ മാത്രം എന്നോട് ചോദിച്ചാൽ പോരെ. ഭാസ്കരൻ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ദൈവത്തെ ഓർത്ത് അച്ഛൻ ഇനി ഒരു പ്രശ്നമുണ്ടാക്കരുത് എന്ന് സുഭാഷ് പറഞ്ഞു. സന്തോഷകരമായിട്ട് എല്ലാവരും കൂടെ വന്നതാണ്. ആ സമയത്താണ് അച്ഛൻ ഈ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ പറഞ്ഞോ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന്? ഭാസ്കരൻ കയർത്തു. എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വന്നതല്ലേ നിങ്ങളൊക്കെ? ആ വാക്കുകൾ നിധിയുടെ നെഞ്ചിലേക്കാണ് കൊണ്ടത്. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. എല്ലാവരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി താൻ ചെയ്ത് ഈ ഒരു കാര്യം ഇത്രത്തോളം വഷളായല്ലോ എന്നോർത്തിട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ കയ്യിലാ കുഴപ്പം, ഞാനാണ് പ്രശ്നക്കാരി, അവൾ തല താഴ്ത്തി പറഞ്ഞു.
കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി സുഭാഷ് ഇടപെട്ടു. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നിരിക്ക്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സ്നാക്സും സ്വീറ്റ്സും ഒക്കെയുണ്ട്. അവൻ എടുത്തു കൊടുത്തു. എല്ലാവരും അവിടെ പിടിച്ചിരുത്തി അന്തരീക്ഷം ഒന്ന് ശാന്തമാക്കാൻ അവൻ ശ്രമിച്ചു. ഭാസ്കരൻ പക്ഷേ അവരുടെ കൂടെ ഇരിക്കാനൊന്നും കൂട്ടാക്കിയില്ല. അയാൾ കുറച്ച് മാറി നിന്ന് മുഖം വീർപ്പിച്ചു നിന്നു. നിധിക്ക് പേടിയായി. അവൻ സുഭാഷിനോട് പതുക്കെ ചോദിച്ചു, ഇനിയിപ്പോ അച്ഛൻ എങ്ങോട്ടെങ്കിലും പോവോ? ഏയ്, അച്ഛൻ എങ്ങോട്ടേക്ക് പോകത്തൊന്നുമില്ല, അവിടെ തന്നെ നിന്നോളും. സുഭാഷ് അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ സുധീഷിന് അപ്പോഴും ദേഷ്യം അടങ്ങാനായില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിധി നിന്നോട്, വേണ്ടാത്ത പണിക്ക് പോകരുതെന്ന്. അച്ഛന്റെ സ്വഭാവമൊക്കെ നിനക്കറിയാവുന്നതല്ലേ. എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം അച്ഛൻ ഉണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ എവിടെ പോയാലും അച്ഛനെ വിളിക്കാത്തത് അതുകൊണ്ടാണ്. സുധീഷിന്റെ കുറ്റപ്പെടുത്തൽ കേട്ടപ്പോൾ നിധിക്ക് വീണ്ടും സങ്കടമായി. അവൾ കരയാൻ തുടങ്ങിയത് കണ്ടപ്പോൾ സുഭാഷ് ഇടപെട്ടു. സുധീഷേ, മതി, ഇനിയിപ്പോൾ അവളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ എല്ലാവരും വീണ്ടും ആ ഒരു പഴയ സന്തോഷത്തിലേക്ക് മടങ്ങി വരാൻ ശ്രമിച്ചു. കിട്ടിയ സ്നാക്കും കഴിച്ച് അവർ ചിരിച്ചു സംസാരിച്ചൊക്കെ ഇരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നികേഷ് ആ ഒരു കാഴ്ച കാണുന്നത്. മാറി നിൽക്കുന്ന ഭാസ്കരൻ അവിടെ നിന്ന് ഉച്ചത്തിൽ ബീഡി വലിക്കുകയാണ്. പുക അവിടെയൊക്കെ ആകെ പടർന്നു. ദേ സുഭാഷേട്ടാ, അങ്ങോട്ട് നോക്കിക്കേ. നികേഷ് സുഭാഷിനെ തട്ടി വിളിച്ചു. ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം ഇതായിരിക്കും. ഈ അച്ഛനോട് എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറില്ലല്ലോ. നികേഷിന് വല്ലാത്ത ദേഷ്യവും നിരാശയും തോന്നി. എന്ത് ചെയ്യാനാണ്? ഇയാളെ എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നല്ലൊരു ട്രിപ്പ്, അത് നശിപ്പിക്കാനായിട്ട് ഇങ്ങ് ഇറങ്ങി തിരിച്ചേക്കുവാണ്. നമ്മളൊക്കെ ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നത് അച്ഛൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. തൽക്കാലത്തേക്ക് മൈൻഡ് ചെയ്യേണ്ട എന്ന് സുഭാഷ് പറഞ്ഞു. അച്ഛൻ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, അവിടെ നിൽക്കട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. പക്ഷേ സുധീഷിന് അങ്ങനെ ഇരിക്കാനൊന്നും തോന്നിയില്ല. ഇനി ഞാനില്ല, അവൻ എഴുന്നേൽക്കാൻ ഭാവിച്ചു. എടാ, നീ ബിസ്ക്കറ്റ് കഴിക്ക്. സുഭാഷ് അവനെ പിടിച്ചിരുത്തി. എനിക്ക് വേണ്ട, സുധീഷ് ദേഷ്യത്തോടെ പറഞ്ഞു. അവന് സങ്കടവും ദേഷ്യമൊക്കെ ഒരുപോലെ വരുന്നുണ്ടായിരുന്നു. അവൻ പതുക്കെ നികേഷിനോട് പറഞ്ഞു, എടാ, ഞാൻ നിധിയുമായിട്ട് കുറച്ചു നേരം ഒന്ന് സംസാരിക്കാൻ വന്നതായിരുന്നു. കുറച്ചു നേരം ഒന്ന് എൻജോയ് ചെയ്ത് വരുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് സന്തോഷിച്ചു വന്നപ്പോഴേക്കും കൃത്യസമയത്ത് തന്നെ പണി കിട്ടി. സുധീഷിന്റെ മുഖത്ത് നിരാശ നികേഷിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒടുവിൽ സമയം വൈകിയപ്പോൾ അവർ വീട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. വരുമ്പോഴുണ്ടായിരുന്ന ആ ഒരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. 2 ഓട്ടോറിക്ഷകളായി അവർ വീട്ടിലേക്ക് തിരിച്ചു. യാത്രയിലുടനീളം ആരും ഒന്നും സംസാരിച്ചില്ല. ഓട്ടോയുടെ ഇരുമ്പൽ മാത്രമായിരുന്നു അവിടെ കേട്ടിരുന്നത്. എല്ലാവരുടെയും മനസ്സിൽ അന്ന് നടന്ന ആ ഒരു സംഭവങ്ങൾ മാത്രമായിരുന്നു. പ്രതീക്ഷയോടെ തുടങ്ങിയ ആ ഒരു ദിവസം ഇത്ര മോശമായി അവസാനിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. പ്രത്യേകിച്ച് നിധി. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി മിണ്ടാതിരുന്നു. താൻ കാരണം എല്ലാവരുടെയും സന്തോഷം കെട്ടുപോയല്ലോ എന്ന കുറ്റബോധം അവളെ വല്ലാതെ കാർന്നു തിന്നുകയായിരുന്നു. വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ ഭാസ്കരൻ വീണ്ടും തന്റെ സ്വഭാവം പുറത്തെടുത്തു. വരാന്തയിലെ കസേരയിരുന്ന് അയാൾ പിറുപിറുത്തു തുടങ്ങി. മര്യാദക്ക് നിന്ന് എന്നെയാണ് ആ പോലീസുകാർ വന്ന് പൊക്കിയത്. ഞാൻ എവിടെ എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടാക്കാൻ പോയോ? പബ്ലിക് നോയിസസ് കേസെടുക്കും പോലും. എന്നെ വെറുതെ വിളിച്ചുകൊണ്ട് പോയതാണ്. എന്നിട്ട് എല്ലാവരെയും മുന്നിലിട്ട് നാണം കെടുത്തി. ഭാസ്കരൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അത് കേട്ടുവന്ന നികേഷിന് നിയന്ത്രണം വിട്ടു. അവൻ ഭാസ്കരന്റെ അടുത്തേക്ക് ചെന്നു. അല്ല, അച്ഛനോട് ആരെങ്കിലും പറഞ്ഞു അങ്ങോട്ടേക്ക് വരാൻ? അച്ഛൻ തന്നെ വലിഞ്ഞു കയറി വന്നതല്ലേ? എന്നിട്ട് എന്നെ വിളിച്ചിട്ടല്ലടോ ഞാൻ വന്നത്, അല്ലാതെ ഞാൻ എൻ്റെ പാട്ടിന് വന്നതൊന്നുമല്ലല്ലോ എന്ന് ഭാസ്കരൻ തിരിച്ചു ചോദിച്ചു. അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ടേക്ക് വന്നു. നിങ്ങൾ ഒരൊറ്റ ആളാണ് ഈ ട്രിപ്പ് മുഴുവൻ കുളവാക്കിയത്. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്തേനെ. പിന്നെ എൻജോയ് ചെയ്തുകൊണ്ട് വന്നേനെ പോലും. ഭാസ്കരൻ പുച്ഛിച്ചു. എന്നെ വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്, അല്ലാതെ വെറുതെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. എനിക്കിവിടെ സമാധാനമായിട്ടിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെയും കൂടെ വരേണ്ട കാര്യമൊന്നും എനിക്കില്ലായിരുന്നു. ഭാസ്കരന്റെ ഈ ഒരു ന്യായീകരണം കേട്ടപ്പോൾ നികേഷിന്റെ ദേഷ്യം മിരിച്ചു കയറി. അയാൾ കാരണം ഈ വീട്ടിൽ എന്നും പ്രശ്നമാണ്. ഇയാൾ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഒന്ന് ഇറങ്ങിപ്പോയി തരാവോ? നികേഷിന്റെ ആ ഒരു വാക്കുകൾ ഭാസ്കരനെ പ്രകോപിപ്പിച്ചു. ഇറങ്ങിപ്പോവാനോ? എങ്ങോട്ടേക്കാടാ ഞാൻ പോവേണ്ടത്? ഇതെന്റെ വീടാ. വേണമെങ്കിൽ നീയൊക്കെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളണം. ഞാനല്ല ഇവിടെ നിന്നും ഇറങ്ങിപ്പോവേണ്ടത്. അയാൾ അലറി. അന്തരീക്ഷം വഷളാവുന്നത് കണ്ട് സുഭാഷ് വേഗത്തിൽ അങ്ങോട്ടേക്ക് വന്നു. നികേഷേ, നീ ഇങ്ങോട്ടേക്ക് വന്നേ. അവൻ നികേഷിനെ ബലമായി വലിച്ചോണ്ട് പോയി. പക്ഷേ സുധീഷിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഞാൻ ഇന്ന് എന്നൊക്കെ പറഞ്ഞ് അവൻ പല്ലിറമിക്കൊണ്ട് മുറ്റത്ത് കിടന്നിരുന്ന ആ ഒരു വലിയ കട്ടെടുത്ത് ഭാസ്കരന് നേരെ എറിയാനോങ്ങി. സുധീഷേ, വേണ്ട. നിധിയും സുഭാഷും കൂടി ഓടിച്ചെന്ന് അവനെ തടഞ്ഞു. വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമായിരുന്നു അപ്പോൾ. കൃത്യസമയത്താണ് ഹരീഷ് ജോലി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത്. മുറ്റത്തെ ബഹളം കണ്ട് അവനൊന്ന് പകച്ചു നിന്നു. എന്താ ഇവിടെ കാര്യം? അവൻ ചോദിച്ചു. ഒന്നും അറിയാത്തതുപോലെ. നീ വലിയ ഭാഗ്യവാനാടാ, സുധീഷ് ദേഷ്യത്തോടെ പറഞ്ഞു. നീ വരാത്തത് നന്നായി. നീ ജോലിക്ക് പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. നീയും കൂടി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിടെ വലിയൊരു അടി നടന്നേനെ. കാര്യം എന്താന്ന് തെളിച്ചു പറയാൻ ഹരീഷ് ആകാംക്ഷയോട് ചോദിച്ചു. മദ്യപിച്ച് അവിടെ പ്രശ്നമുണ്ടാക്കിയ അച്ഛനെ പോലീസുകാർ പിടികൂടി. അതാണ് ഉണ്ടായത്. നല്ലൊരു ട്രിപ്പായിരുന്നു, എല്ലാം നശിപ്പിച്ചു, സുധീഷ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹരീഷിന്റെ ഭാവം അങ്ങ് മാറി. അവൻ ദേഷ്യത്തോടെ നിധിയെ നോക്കി. എന്തിനാ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്തായി? എന്നിട്ടല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അത് വേണ്ട എന്ന്. അതങ്ങനെയാ. നിധിക്കെപ്പോൾ അച്ഛനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയേ മതിയാവൂ.
അങ്ങനെയല്ലേ അവളുടെ ഒരു വാശി. ഹരീഷ് നിധിയെ നിശിതമായി കുറ്റപ്പെടുത്തി. ഹരീഷിന്റെ ഓരോ വാക്കുകളും നിധിയുടെ നെഞ്ചിൽ അമ്പ് പോലെയാണ് തറച്ചത്. അവൾക്കൊന്നും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല. എടാ സുധീഷേ, നീ ഇങ്ങോട്ടേക്ക് വന്നേ. സുഭാഷും സുധീഷിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് തന്നെ വീടിനകത്തേക്ക് കയറിപ്പോയി. ഹരീഷും നികേഷും അവരുടെ പിന്നാലെ പോയി. മുറ്റത്ത് നിധിയും ഭാസ്കരനും മാത്രം ബാക്കിയായി. നിധി കണ്ണു നിറഞ്ഞ് ഭാസ്കരനെ നോക്കി നിന്നു. അവിടെ നിലനിൽക്കുന്ന നിശബ്ദയെ മുറിച്ചുകൊണ്ട് തന്നെ ഭാസ്കരൻ ചോദിച്ചു, എന്താ ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? നിധി കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവരും ഇപ്പോൾ എന്നെയാണല്ലോ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ വിളിച്ചിട്ടാണല്ലോ അച്ഛൻ വന്നത് എന്ന് പറഞ്ഞ്. ഓ, അത് ഏത് സമയത്താ എന്തോ. എനിക്ക് അങ്ങോട്ടേക്ക് വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? ഭാസ്കരൻ പുച്ഛത്തോട് ചോദിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അച്ഛനറിയാമോ? നിധിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടി ആദ്യമായിട്ടൊരു ട്രിപ്പ് പോകണമെന്ന് വെച്ചു. അത് എൻജോയ് ചെയ്തുവെന്ന് എല്ലാവരും തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറിത്തരുക, അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ അച്ഛൻ അവിടെ വന്ന് ഇങ്ങനെ പ്രശ്നമുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് ഞാൻ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത്? ഭാസ്കരൻ ചോദിച്ചു. അച്ഛ, പൊതുസ്ഥലത്ത് മദ്യപിക്കരുത് എന്നുള്ള കാര്യം അച്ഛൻ അറിയാവുന്നതല്ലേ? പിന്നെ മദ്യപിച്ചു എന്ന് വെച്ച് എന്താ ലക്ക് കെട്ട് അവിടെ വഴക്കുണ്ടാക്കാൻ ഞാൻ പോയോ? ഞാൻ എന്തെങ്കിലും അടിയോ പ്രശ്നമോ ഒക്കെ അവിടെ ഉണ്ടാക്കിയോ? അതല്ല അച്ഛ, ഓരോന്നിനും ഓരോന്നിൻ്റെതായ സമയമുണ്ട്, രീതികളുണ്ട്. അച്ഛൻ അതെല്ലാം അറിഞ്ഞൂടെ? അച്ഛനൊന്നുമില്ലെങ്കിലും ഒരു ലോറി ഡ്രൈവറല്ലേ? ലോറി ഡ്രൈവറായിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അല്ലേ ഇത്? ലോകവിവരമുള്ള ആളല്ലേ? എന്നിട്ടും അച്ഛൻ, നീ ഇങ്ങനെ ഉപദേശിക്കാനൊന്നും വരണ്ട. ഭാസ്കരൻ കൈയുയർത്തി അവളെ തടഞ്ഞു. എല്ലാവരും കൂടി സന്തോഷത്തോടെ ട്രിപ്പ്. ഇനി ഞാൻ ഒന്നിനും ആരെയും വിളിക്കില്ല, നിധി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഇനി ദൈവത്തെ ഓർത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതെ പോയിക്കോളാം. അച്ഛൻ എപ്പോഴും ഇവിടെ തനിച്ചിരിക്കുകയാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വിളിച്ചത്. മക്കളോടൊപ്പം അച്ഛനും ചേർന്ന് സന്തോഷമായിട്ട് വരട്ടെ എന്ന് കരുതി. ഒരു കുടുംബമല്ലേ അച്ഛാ നമ്മൾ? എല്ലാവരും കൂടി ഒന്നിച്ചു പോവണ്ടേ? എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിച്ചത്. അത് കേട്ടപ്പോൾ ഭാസ്കരൻ്റെ മുഖത്ത് ഒരു പരിഹാസച്ചിരി വിടർന്നു. പിന്നെ നീ എന്ന് വെച്ചാൽ ഈ കുടുംബം ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ലേ തക്കലെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? നിന്റെ ഇവിടുത്തെ നിലനിൽപ്പ് എന്താണെന്ന് നിനക്കറിയാമോ? എന്നിട്ടാ അവൾ എല്ലാവരും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നത്. ആ വാക്കുകൾ നിധിയുടെ ഹൃദയം പിളർക്കുന്നത് പോലെയായിരുന്നു. താൻ ഈ വീട്ടിൽ ആരാണ് എന്നത് യാഥാർത്ഥ്യം അയാളുടെ വാക്കുകളിലൂടെ അവൾക്ക് മുഖത്തടിച്ചതുപോലെ തോന്നി. അവൾക്ക് കൂടുതൽ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഒന്നും മിണ്ടാതെ കണ്ണുനീർ ഒളിപ്പിച്ചുകൊണ്ട് അവൾ വേഗത്തിൽ വീടിനകത്തേക്ക് കയറിപ്പോയി. അന്നത്തെ ആ ഒരു രാത്രി വല്ലാത്ത ഭാരത്തോടെയാണ് ആ ഒരു വീട്ടിൽ കടന്നുപോയത്. പിറ്റേ ദിവസം രാവിലെ ഇന്നലെ നടന്ന സംഭവങ്ങളുടെ ഓരോ ഓഹരികൾ വീണ്ടും ആ വീട്ടിൽ അപ്പോഴും ഉണ്ടായിരുന്നു. മുറ്റത്തെ ആരാമത്തിലിരുന്നു കൊണ്ട് നികേഷ് പുസ്തകം തുറന്നു വെച്ച് കാര്യമായി പഠിക്കാണ്. അവന് പരീക്ഷ അടുത്തു വരുന്നുണ്ട്. ആ സമയത്തിന് സുധീഷ് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. നികേഷ് നല്ല ഉഷാറായി പഠിക്കുന്നത് കണ്ടപ്പോൾ സുധീഷ് അവിടെ കുറച്ചു നേരം നോക്കി നിന്നു. അപ്പോഴാണ് മുറ്റത്ത് ഒതുക്കി വെച്ചിരുന്ന സ്കൂട്ടി നികേഷിന്റെ കണ്ണിൽ പെട്ടത്. എനിക്ക് വേണ്ടി വാങ്ങിയതാണ് ആ ഒരു സ്കൂട്ടി. പക്ഷെ അവൾ ഓടിക്കാൻ അറിയില്ല. സുധീഷിന് പെട്ടെന്ന് ഒരപ്പൂപ്പൻ താടി പോലെ ആ ഒരു മനസ്സൊന്ന് പറഞ്ഞു. അവൻ വേഗത്തിൽ അകത്തേക്ക് പോയി താക്കോൽ എടുത്തുകൊണ്ടുവന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവൻ മുറ്റത്ത് തന്നെ ഇങ്ങനെ വട്ടം ചുറ്റാൻ തുടങ്ങി. നികേഷ് തലയുയർത്തി നോക്കി. സുധീഷേട്ടാ, സ്കൂട്ടിയും കൊണ്ട് പുറത്തേക്കെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ സുധീഷേട്ടൻ്റെ ലൈസൻസ് പോലീസ് പിടിച്ച് വെച്ചേക്കെന്നുള്ള കാര്യം ഓർമ്മ വേണം. പിടിച്ചാൽ തന്നെ 8ന്റെ പണി കിട്ടും. സുധീഷ് ചിരിച്ചു. അതൊക്കെ എനിക്കറിയാടാ. ഞാൻ സ്കൂട്ടിയും കൊണ്ട് പുറത്തേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഈ മുറ്റത്ത് വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാണേ. അവൻ മുറ്റത്ത് കൂടി ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സുധീഷേട്ടാ വെറുതെ എവിടെ നിന്നിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്? നികേഷ് ചോദിച്ചു. അതെ, ഞാൻ വെറുതെ എന്തെങ്കിലും ചെയ്തോളാം. നീ നിന്റെ പാട്ടിന് പോയിക്കോ. നീ പഠിക്കുമല്ലേ, നീ പഠിച്ചോ. സുധീഷ് വണ്ടി ഓടിക്കുന്നതിൽ തന്നെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് നിധി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്. മുറ്റത്തുകൂടി സ്കൂട്ടർ ഓടിക്കുന്ന സുധീഷിനെ കാര്യമായി പഠിക്കുന്ന നികേഷിനെയും അവൾ കൗതുകത്തോടെ നോക്കി. അവൾ നേരെ നികേഷിന്റെ അടുത്തേക്ക് ചെന്നു. എന്താണ് നീ ഇത്തവണയും പഠിക്കാൻ തീരുമാനിച്ചോ? അവൾ ചിരിയോട് ചോദിച്ചു. പിന്നെ എന്തു ചെയ്യാനാണ് പറ, പഠിച്ചല്ലേ പറ്റൂ. നികേഷ് മറുപടി പറഞ്ഞു. അല്ല, എനിക്ക് എന്തായാലും ഇത്തവണ ജയിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ അരിയർ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടോ? അതുകൊണ്ട് ഇത്തവണ എന്തായാലും എഴുതിയെടുക്കണം. ഇനി നീട്ടിക്കൊണ്ടുപോകാനൊന്നും പറ്റില്ല, നികേഷ് ഗൗരവത്തിൽ പറഞ്ഞു. നിധി അവന്റെ തോളിൽ തട്ടി. നീ നന്നായി പഠിച്ച് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് പാസ്സായിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ നല്ല ഒന്നാന്തര ഗിഫ്റ്റ് തരും. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? നികേഷ് ആകാംക്ഷയോട് ചോദിച്ചു. അതൊക്കെയുണ്ട്, നീ ആദ്യം ഫസ്റ്റ് മേടിക്കാൻ നോക്ക്, എന്നിട്ടല്ലേ. അവൾ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ശരി ശരി, നോക്കാം. നികേഷ് വീണ്ടും പുസ്തകത്തിലേക്ക് മുഖം പൂഴ്ത്തി. അപ്പോഴേക്കും സുധീഷ് സ്കൂട്ടിയും കൊണ്ട് ഓടിച്ച് അവരുടെ അടുത്തേക്ക് വന്നു. അല്ല, ഇതെന്താ ഈ മുറ്റത്തുകൂടെ ഇങ്ങനെ വട്ടം ഓടിക്കുന്നത്? നിധി ചോദിച്ചു. ഓ, അകത്തിരുന്ന് വെറുതെ ബോറടിച്ചിരുന്നിട്ട് എന്തിനാ? അതിനാ ഇവിടെ ഇട്ടിങ്ങനെ ഓടിക്കുന്നത്, സുധീഷ് പറഞ്ഞു. എന്തിനാ ഇവിടെ ഇട്ടിങ്ങനെ ഓടിക്കുന്നത്? പുറത്തിറങ്ങി റോഡിലൂടെ ഓടിച്ചാ അതെങ്ങനെയാ? അതിനെന്റെ കയ്യിൽ ലൈസൻസ് ഇല്ലല്ലോ. ലൈസൻസ് പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കല്ലേ, അതുകൊണ്ടാണ് ഇവിടെ മുറ്റത്തുകൂടെ ഓടിക്കുന്നത്. ആയിക്കോട്ടെ, നിധി ചിരിച്ചു. നിധിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഈ സ്കൂട്ടി. വെറുതെ ഇവിടെ ഇരിക്കുമല്ലേ. നിധി എന്തായാലും ഈ വണ്ടി ഓടിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, സുധീഷ് അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. നിധിക്ക് അത് കേട്ടപ്പോൾ ഒരു വാശി.
ഞാൻ ഓടിക്കും, ഒരാഴ്ച കൂടി കഴിയട്ടെ. ഓ, ഒരാഴ്ച കൂടി കഴിയുമ്പോൾ നിധി ഓടിക്കാനായിട്ട് നടന്നു തന്നെ. ഏതായാലും നിധി ഇത് ഓടിക്കാനൊന്നും പോകുന്നില്ല എന്ന് സുധീഷ് വീണ്ടും പ്രകോപിപ്പിച്ചു. ആര് പറഞ്ഞു സുധീഷിനോട് ഞാൻ ഓടിക്കില്ല എന്ന്? ഞാൻ ഉറപ്പായിട്ടും ഓടിക്കുമെന്ന് നിധി ഉറപ്പിച്ചു പറഞ്ഞു. എങ്കിതേ ഇപ്പോൾ ഒന്ന് ഓടിച്ചു കാണിച്ചെന്ന് സുധീഷ് വെല്ലുവിളിച്ചു. അതെ, ഇപ്പോൾ ഒന്ന് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചു കാണിക്ക്. നിധി ഒന്ന് പരിങ്ങി. അവൾ നികേഷിനെ ഒന്ന് നോക്കി. അവൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ പഠിക്കുകയാണ്. പിന്നെ അവൾ ധൈര്യം സംഭവിച്ചുകൊണ്ട് ഞാൻ ഓടിക്കാം. അവൾ സ്കൂട്ടി അടുത്തേക്ക് ചെന്നു. സുധീഷ് വണ്ടിയിൽ നിന്നും ഇറങ്ങി മാറി നിന്നു. നിധിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ സാവധാനം സ്കൂട്ടറിലേക്ക് കയറിയിരുന്നു. അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. സുധീഷും നികേഷും എന്ത് ചെയ്യണമെന്നറിയാതെ ആകാംക്ഷയോടെ നോക്കി നിന്നു. നിധി വണ്ടിയുടെ ഹാൻഡിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. എന്നിട്ട് പതുക്കെ സുധീഷിനോട് ചോദിച്ചു, അതെ, സുധീഷ് പുറകിലൊന്ന് കയറാവോ എന്ന്. അത് കേട്ടപ്പോൾ സുധീഷിന്റെ മുഖത്ത് 1000 ബൾബുകൾ ഒരുമിച്ച് കത്തിയതുപോലെ തോന്നി. അവന് ഇതിൽ പര സന്തോഷം വേറെ കിട്ടാനില്ലായിരുന്നു. നിധിയുടെ കൂടെ അവളുടെ പുറകിലിരുന്ന് യാത്ര ചെയ്യുക. റെഡി, സുധീഷ് ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോഴാണ് നികേഷ് ഇടപെട്ടത്. നിധിയെടുത്തി, ഞാൻ വേണമെങ്കിൽ പുറകെ കയറാം. ഇത് കേട്ടപ്പോൾ സുധീഷ് ഒന്ന് തിരിഞ്ഞ് നികേഷിനെ രൂക്ഷമായി നോക്കി. കണ്ണുകൾ കൊണ്ട് അവനെ കൊന്നു കളയുന്നത് പോലെയായിരുന്നു ആ ഒരു നോട്ടം. കഷ്ടപ്പെട്ട് ഒരവസരം കിട്ടിയതാണ്. അപ്പോഴാണ് ഇവന്റെ ഇടങ്കോല്. സുധീഷിന്റെ ആ ഒരു ഭീകരമായ നോട്ടം കണ്ടപ്പോൾ നികേഷിന് കാര്യം മനസ്സിലായി. അവൻ പിന്നെ ഒന്നും മിണ്ടാ പോയില്ല. പതുക്കെ പുസ്തകത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. നികേഷ് അതിയായ സന്തോഷത്തോടുകൂടി ആ ഒരു സ്കൂട്ടിയുടെ പുറകിലേക്ക് കയറിയിരുന്നു. വല്ലാത്തൊരു കുളിർമ അവനിൽ പടർന്നു. നിധി പതുക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സുധീഷിന് ആ ഒരു നിമിഷം അവിസ്മരണീയമായിരുന്നു. ഒരുപാട് നാളുകളായി അവൻ കാത്തിരുന്ന ആ ഒരു ദിവസമായിരുന്നു അത്. നിധിയുടെ പിന്നിലിരുന്ന് പോവുക, അവൾ തന്നോട് ഇത്രത്തോളം അടുപ്പം കാണിക്കുക, ഇതെല്ലാം സുധീഷിന്റെ ഹൃദയത്തിൽ പ്രണയത്തിന്റെ പുത്തൻ തെളിവുകൾ വിരിയിച്ചു. അവൻ മുറ്റത്തുകൂടെ കുറച്ചു നേരം വട്ടം ചുറ്റി. നിധിയുടെ പേടിയൊക്കെ പതിയെ മാറാൻ തുടങ്ങിയിരുന്നു. സുധീഷിന്റെ സാന്നിധ്യം അവൾക്കൊരു ധൈര്യം നൽകി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നിധിയും നികേഷും കൂടി വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. നികേഷിന് കോളേജിലേക്കും നിധിക്ക് അവളുടെ ജോലി സ്ഥലത്തേക്കും പോകണം. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് നടന്നു പോകുന്നത്. പോകുന്ന വഴിയിലുടനീളം അവൾ പരസ്പരം തമാശകൾ പറഞ്ഞും ചിരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇന്നലെ നടന്ന സംഭവങ്ങളുടെ സങ്കടങ്ങളൊക്കെ ആ ഒരു പതിയെ എങ്ങനെ മറന്നു തുടങ്ങിയിരുന്നു അവര്. എന്നാൽ അവരുടെ ഈ ഒരു സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. പെട്ടെന്നാണ് അവർക്ക് മുന്നിലേക്ക് നീതുവിന്റെ സഹോദരൻ കടന്നു വരുന്നത്. അയാളുടെ മുഖത്ത് വല്ലാത്തൊരു പരിഹാസമുണ്ടായിരുന്നു. നിധിയെ കണ്ടപ്പോൾ അയാളുടെ കണ്ണുകളിൽ ഒരു തരം പക ജ്വലിച്ചു. അയാൾ അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നു. ഓ, രണ്ടുപേരും കൂടി എൻജോയ് ചെയ്തു പോവുകയായിരിക്കുമല്ലേ? അയാൾ പരിഹാസത്തോടെ ചോദിച്ചു. നിനക്ക് കാര്യം മനസ്സിലായില്ല? അവൾ ഒന്നും മിണ്ടാതെ നികേഷിനെ നോക്കി. നികേഷ് അയാളുടെ സംസാര രീതി ഇഷ്ടപ്പെട്ടില്ല. ചേട്ടാ, ഒന്ന് മാറി നിൽക്ക്, ഞങ്ങൾക്ക് പോവണം. നികേഷ് ഗൗരവത്തിൽ പറഞ്ഞു. പോവാനോ? എങ്ങോട്ടേക്ക് പോവാൻ? അയാൾ പൂച്ഛിച്ചു. ഇന്നലെ എൻ്റെ അച്ഛനും അമ്മയും കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് വിട്ടതാണല്ലോ. എന്താണ് നിന്റെ വിചാരം? അയാൾ നിധിക്ക് നേരെ തിരിഞ്ഞു. നിധിയുടെ മുഖം വലിഞ്ഞു മുറുകി. അവൾ അവനെ രൂക്ഷമായി നോക്കി. അവളുടെ വാക്കുകൾ കൂടുതൽ മൂർച്ചയുള്ളതായി മാറി. 3-4 ആണുങ്ങൾ മാത്രമുള്ള ഒരിടത്തേക്ക് അവന്മാരുടെ കൂടെ താമസിച്ചിട്ട്, എടി, ഇന്നത്തെ കാലത്ത് 19 വയസ്സുള്ള ഒരു തള്ള പോലും ആ ഒരു വീട്ടിലെങ്ങനെ കിടക്കാൻ തയ്യാറല്ല. 3-4 ആണുങ്ങൾ മാത്രമുള്ളിടത്തേക്ക് നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ തൊലിക്കട്ടി അപാരം തന്നെയല്ലേടി? അയാൾ വളരെ വൃത്തികെട്ട രീതിയിലാണ് അവളോട് സംസാരിച്ചത്. നിധിയുടെ സ്വഭാവഭൂഷ്യത്തെക്കുറിച്ചാണ് അയാൾ പരോക്ഷമായി തന്നെ പറയുന്നത്. അത് നികേഷിന് മനസ്സിലായി. തന്റെ വീട്ടിലെ സ്ത്രീയെ വഴിയിലിട്ട് അപമാനിക്കുന്നത് കേട്ട് നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. ചേട്ടാ, അനാവശ്യം പറയരുത്, വഴി മാറി പോവാൻ നോക്ക്. നികേഷ് ദേഷ്യത്തോട് മുന്നോട്ട് കയറി പറഞ്ഞു. അനാവശ്യം പറഞ്ഞ നീ എന്ത് ചെയ്യുമടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നീതുവിന്റെ സഹോദരൻ പെട്ടെന്ന് നികേഷിനെ അങ്ങ് പിടിച്ചു അനാവശ്യം പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമടാ എന്ന് ചോദിച്ചുകൊണ്ട് നീതുവിന്റെ സഹോദരൻ പെട്ടെന്ന് നികേഷിനെ ശക്തമായി അങ്ങ് തള്ളി മാറ്റി. പ്രതീക്ഷിക്കാത്ത ആ തള്ളലിൽ നികേഷ് നിലത്തേക്ക് വീണു. നിധി ഞെട്ടിപ്പോയി. അവൾ വേഗത്തിൽ തന്നെ കുനിഞ്ഞ് നികേഷിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. നികേഷ് എഴുന്നേറ്റ് ദേഷ്യത്തോടു കൂടെ അവനെ പാഞ്ഞെടുക്കാൻ ശ്രമിച്ചപ്പോൾ നീതുവിന്റെ സഹോദരൻ വീണ്ടും നികേഷിനെ അടിക്കാൻ വേണ്ടി കയ്യോങ്ങി. എന്നിട്ട് അടുത്തേക്ക് വന്നു. പെട്ടെന്നാണ് നിധി ഒരു പെൺകടുവയെ പോലെ തന്നെ അവർക്കടിയിലേക്ക് ചാടി വീണത്. അവളുടെ കണ്ണുകൾ തീ പാറി. അവൾ കൈയുയർത്തി അവനെ അങ്ങ് തടഞ്ഞു നിർത്തിക്കൊണ്ട് അലറി. തൊട്ടു പോവരുത് നികേഷിനെ. നിധിയുടെ ആ ഒരു ഉഗ്രരൂപം കണ്ട് അവൻ ഒരു പടി പുറകിലേക്ക് മാറി. ഒരു പെണ്ണല്ലേ എന്നൊക്കെ കരുതിയിട്ട് അപമാനിക്കാൻ വന്ന അവൻ അവളുടെ കണ്ണുകളിലെ ആത്മരോഷം കണ്ട് ശരിക്കും അങ്ങ് പതറിപ്പോയി. വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത് എന്ന കാര്യം നിധിക്ക് അപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. നികേഷാണെങ്കിലോ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണ്. ഇവിടെ കിടന്ന് അടിപിടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇതിനേക്കാളും വലിയ പ്രശ്നമാവും വഴിവെക്കുമെന്നൊക്കെ വീട്ടിൽ വിവരമറിഞ്ഞാൽ സുഭാഷും സുധീഷും വെറുതെ ഇരിക്കില്ല. അത് വലിയൊരു സംഘർഷത്തിലേക്ക് കലാശിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുൻപേ തന്നെ അവിടെ തന്നെ ആ ഒരു പ്രശ്നം അവസാനിപ്പിക്കാൻ നിധി തീരുമാനിച്ചു. അവൾ ധൈര്യത്തോട് അവന് മുന്നിലങ്ങ് നെഞ്ചു വിരിച്ചു നിന്നു. അവളുടെ ആ ഒരു നിൽപ്പിൽ തനിക്കെതിരെ ഉയർന്ന ഏത് ആക്രമണത്തെയും നേരിടാനുള്ള കരുത്തുണ്ടായിരുന്നു. എന്നാൽ നിധിയുടെ ആ ഒരു പ്രകടനം കണ്ടുകൊണ്ട് തന്നെ നിധിയുടെ പ്രകടനം കണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ നീതുവിന്റെ ആങ്ങള അവിടെ നിന്നും പിന്നോട്ട് വലിയുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.